ഭൂജല സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്തിന് അനുയോജ്യമായ ഭൂജല നിർമ്മിതിയുടെ സ്ഥാനനിർണ്ണയം നടത്തുക എന്നതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ ഭൂജല സുരക്ഷയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന അറിവ് നൽകുക എന്നത് കൂടിയാണ്. ഭൂജല നിർമ്മിതി എന്നാൽ കിണർ, കുളം, കുഴൽക്കിണർ, ഫിൽറ്റർ പോയിൻ്റ് വെൽ, ട്യൂബ് വെൽ എന്നിവയാണ്. നമുക്കറിയാം, ഇന്ന് ധാരാളം അശാസ്ത്രീയമായ ഭൂജല സർവേ രീതികളുണ്ട്. അവയിൽ ചിലത് കണ്ടാൽ തന്നെ അശാസ്ത്രീയമാണെന്ന് തിരിച്ചറിയുന്നവയും മറ്റു ചിലത് ശാസ്ത്രീയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. ശാസ്ത്രീയമായ ഭൂജല സർവേ എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ഭൂജല സർവേയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രദേശത്തിൻ്റെ ജിയോളജിക്കൽ ആൻഡ് ഹൈഡ്രോജിയോളജിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കി ആ പ്രദേശത്തിൻ്റെ ഏത് ഭാഗത്താണ് ഭൂജല ലഭ്യത ഏറ്റവും കൂടുതൽ ലഭ്യമാവുക എന്ന് കണ്ടുപിടിക്കലാണ്. ആ കണ്ടെത്തൽ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് ആ പ്രദേശത്ത് ജിയോഫിസിക്കൽ സർവേ കൂടി ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും മികച്ചതുമായ ഭൂജല സർവേ ചെയ്യുന്ന ജിയോഫിസിക്കൽ മെത്തേഡ് ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ആണ് ഭൂജല വകുപ്പിലും ഉപയോഗിക്കുന്നത്. ഇതിനായി കണ്ണൂർ ജില്ലയിൽ ഉപയോഗിക്കുന്നത് സിഗ്നൽ സ്റ്റാറ്റിംഗ് റെസിസ്റ്റിവിറ്റി മീറ്റർ എന്ന ഉപകരണമാണ്. മോഡൽ SSR MP-ATS. ഇതിന് ഉപരിതലത്തിൽ നിന്നും 600 മീറ്റർ താഴെ വരെയുള്ള കാര്യങ്ങൾ കൃത്യതയോടെ ശേഖരിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ ഒരു മോഡലിലൂടെ ഇവിടെ വിശദീകരിക്കാം. ഈ മോഡലിൽ ഈ പ്രദേശത്ത് ഭൂമിയുടെ പാളികൾ മേൽമണ്ണ്, കളിമണ്ണ്, കരിമ്പാറ എന്നിവയാണ്. സാധാരണ കിണറിൽ കളിമണ്ണ് വരെയുള്ള ജലവും കുഴൽക്കിണർ ആവുമ്പോൾ കരിമ്പാറയിലെ വിള്ളലുകളിലുള്ള ജലവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ പ്രദേശത്തും ഭൂമിയുടെ ഇത്തരം പാളികൾ വ്യത്യസ്തമായിരിക്കും. ഈ പാളികളിലേക്കുള്ള ആഴവും ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. ആദ്യമായി ജിയോളജിക്കൽ ആൻഡ് ഹൈഡ്രോജിയോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് ഒരു പ്രദേശത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്ന സർവേയിലൂടെ ആ പ്രദേശത്തിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ജലലഭ്യത ഉള്ളത് എന്നതാണ് ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇവിടെയാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത സ്ഥാനമെന്ന് കരുതുക. ആ ഒരു മാർക്ക് ചെയ്ത ഭാഗമാണ് ജിയോഫിസിക്കൽ സർവേയുടെ മെഷറിംഗ് പോയിൻ്റ് അഥവാ സെൻറ്റർ പോയിൻ്റ്. ആദ്യം തന്നെ 4 ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെഷറിംഗ് പോയിൻ്റ്. ഈ 2 ഇലക്ട്രോഡുകൾ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡുകളും ഈ 2 ഇലക്ട്രോഡുകൾ കറണ്ട് ഇലക്ട്രോഡുകളുമാണ്. ഇത്തരം ഇലക്ട്രോഡുകൾ നമ്മൾ വയർ വഴി സിഗ്നൽ സ്റ്റാറ്റിംഗ് റെസിസ്റ്റിവിറ്റി മീറ്ററുമായി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഇലക്ട്രോഡുകൾ ഈ 2 പ്രോബിലും കറണ്ട് ഇലക്ട്രോഡുകൾ ഇവിടെയുമാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അതിനുശേഷം ഉപകരണം വഴി കറണ്ട് ഇലക്ട്രോഡുകളിലൂടെ നമ്മൾ ഭൂമിക്കടിയിലേക്ക് കറണ്ടുകൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറണ്ടുകൾ കടത്തിവിട്ട ശേഷം ഓംസ് ലോ പ്രകാരം നമുക്ക് ഈ കറണ്ടുകൾ കടന്നു പോകുന്ന ഫോർമേഷൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡാറ്റ ഉപയോഗിച്ചാണ് ഭൂമിയുടെ ഘടന നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഈ ഒരു സ്ഥാനത്താണ് ജിയോഫിസിക്കൽ സർവേ ചെയ്യുന്നത്. ഇതാണ് മെഷറിംഗ് പോയിൻ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് മേൽമണ്ണ്, അതായത് ലാറ്ററിറ്റിക് സോയിലാണ്. അപ്പോൾ ആ ഒരു ഫോർമേഷൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കറണ്ട് ഇലക്ട്രോഡുകൾ ഇത്രയും ദൂരത്തിലാണ് സ്ഥാപിക്കുക. അപ്പോൾ നമുക്ക് ഈ ലാറ്ററിറ്റിക് സോയിലിൻ്റെ വിവരങ്ങളാണ് ലഭ്യമാവുക. തൊട്ട് താഴെയുള്ള കളിമണ്ണിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുവാൻ വേണ്ടി നമ്മൾ ഈ മെഷറിംഗ് പോയിന്റിൽ നിന്നും അടുത്ത 2 കറണ്ട് ഇലക്ട്രോഡുകളിലേക്ക് കറണ്ട് കണക്ഷൻ മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മെഷറിംഗ് പോയിന്റിൽ നിന്നും എത്ര ആഴത്തിലുള്ള കാര്യങ്ങളാണോ നമുക്ക് ലഭ്യമാവേണ്ടത് അത്രയും ദൂരം തന്നെ മെഷറിംഗ് പോയിന്റിൽ നിന്നും കറണ്ട് ഇലക്ട്രോഡിലേക്കുള്ള ദൂരം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം സർവേകൾ ചെയ്യുവാൻ കഴിയുകയില്ല. കൂടാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ ചെയ്യുവാൻ കഴിയുകയില്ല. കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മെഷറിംഗ് പോയിന്റിൽ നിന്നും കറണ്ട് ഇലക്ട്രോഡുകളിലേക്കുള്ള ദൂരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അതിനോടൊപ്പം തന്നെ ആവശ്യാനുസരണം പൊട്ടൻഷ്യൽ ഇലക്ട്രോഡുകളുടെ ദൂരവും നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ കറണ്ട് ഇലക്ട്രോഡുകളും പൊട്ടൻഷ്യൽ ഇലക്ട്രോഡുകളും മാറ്റുന്നത് ഒരു നേർരേഖയിലായിരിക്കണം. ഈ നേർരേഖയുടെ ഡയറക്ഷൻ നമ്മൾ ആ പ്രദേശത്തിൻ്റെ ജിയോളജിക്കൽ ഫീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ ജിയോഫിസിക്കൽ സർവേയുടെ പർപ്പസിനും അനുസരിച്ചാണ്. ഇത്തരം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേയിലൂടെ ലഭ്യമാവുന്ന റെസിസ്റ്റിവിറ്റി ഡാറ്റ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ അനാലിസിസ് ചെയ്താണ് നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിയുടെ ഘടനയും പാറയിലേക്കുള്ള ആഴവും പാറയിലെ വിള്ളലുകളിലേക്കുള്ള ആഴവും വിള്ളലുകളിലെ ജലം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ജലത്തിലെ ഉപ്പിൻ്റെ അംശവും നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ഭൂജല സർവേയാണ് ഭൂജല വകുപ്പിൽ ചെയ്തു വരുന്നത്. ശാസ്ത്രീയമായ ഭൂജല സർവേകൾ വഴി നിരവധി നേട്ടങ്ങൾ ഉണ്ട്. ഭൂജല സ്രോതസ്സുകളുടെ അളവും ഗുണനിലവാരവും നിർണ്ണയിക്കാനും സുസ്ഥിര ജലവിതരണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യാനും മലിനീകരണ സാധ്യതകൾ തിരിച്ചറിയാനും ഇത്തരം സർവേകൾ സഹായിക്കുന്നു.